മുഖം അത്ര പോരം തോന്നല്ലേ? അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കി? ബോൾട്ടേ ഞാനോ? 3 ആഴ്ചയായിട്ട് നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക്? നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവുന്ന. ചെറുപ്പത്തിൽ ഭംഗിയില്ലാത്ത പെമ്പിള്ളേർ വലുതാകുമ്പോ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. ഇവളുടെ കേസ് എന്താടാ അവിടെ? ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ പോടാന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. പഞ്ചാബി ഹൗസിൽ എത്തിച്ചെല്ലുന്നു. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? നിനക്ക് ഇപ്പൊ ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ട് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു. എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. അവന് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവന്റെ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? പെൺവാണിഭം. നമ്മള് 3-4 പേരടാ. അതിനെന്താ? പഞ്ചപാണ്ഡവന്മാര് 4 പേരും കൂടിയില്ലേ പണ്ട് ദമയന്തിയെ കിട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തി കെട്ടല്ല. ഇത് നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെൺകോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളച്ചോളാടി ഞാൻ. അപ്പുറത്തുള്ളൊരു കേൾക്കലുണ്ട്. ഈശ്വര, കേക്കച്ചടി എല്ലാവരും കേക്കട്ടെ. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലിൽ നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. പ്രധാനമന്ത്രി അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിൽ നിന്ന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു. എന്നെപ്പറ്റി അട്ട നല്ല അഭിപ്രായമൊന്നും അല്ല. മനമാകെ നിറയും മഴവിൽ നീയാണേ, മധുരം തൂകും മഴയും നീയാണേ. എന്താ പേര് പറഞ്ഞേ? യാഡ്ലി. യാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ല. സാറി കാശ് കൊടുത്തിട്ട് ഞാനായിട്ട് അവളെ വേദനിപ്പിക്കില്ല. ഒരിക്കലും ഇഷ്ടം പറഞ്ഞു ചെന്നതാ. ഇനിയും ചെന്ന് നാണക്കിടാൻ വയ്യ. നാளைக்கு உங்க பொண்டாட்டி உங்க பைக்ல உங்களை கட்டி பிடிச்சிட்டு வருவா. அவகிட்ட கேளு, இப்ப உங்க பொண்டாட்டி தூங்க. गुलाबी आंखें जो तेरी देखी, शराबी ये दिल हो गया. ഞാൻ റോമി എന്ന് വിളിക്കും. ഞാൻ ചന്തി വേണ്ട, ചന്തു എന്നെ വിളിച്ചാ മതി. പെണ്ണ് കെട്ടാത്തത് എല്ലാ പെണ്ണുങ്ങളെയും കൊതിപ്പിച്ചിട്ട് ഞാൻ കടന്നു കളയും. എന്തോ ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തതെന്ന്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. അതാണ് എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. നിന്നെ ആദ്യം കണ്ടപ്പോ മുതൽ എന്റെ അമ്മ പറഞ്ഞതാണ് നീ കൊള്ളൂലെന്ന്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറുത്തപ്പോ കട്ട ചോരയ മോത്ത് തെറിച്ചത്. അത്രയ്ക്കും വരില്ല.